അപ്പൊ തൃശ്ശൂര് നമ്മുടെ വടക്കുന്നാഥന്റെ മൈതാനത്തുണ്ടല്ലോ, തേക്കുംകാട് മൈതാനത്തില് ഒരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് നിങ്ങളായിട്ട് ഞങ്ങൾ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എത്ര പേര് ഇത് കണ്ടിട്ടുണ്ട്, നിരീക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. ഞങ്ങളും പെട്ടെന്ന് യാദൃശ്ചികമായിട്ട് കണ്ടൊരു അനുഭവമാണ് കാണാൻ പോണത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ തേക്കുംകാട് മൈതാനത്തുണ്ടല്ലോ ഇഷ്ടം പോലെ മരങ്ങൾ നോക്കിയാൽ, ആ ഒരു മരത്തിൽ തന്നെ അതിന്റെ ശാഖ, എന്നിട്ട് അതിന്റെ ഇതല്ലേ ചില്ലകള് ശാഖകൾ എന്ന് പറയൂലേ അതിന്റെ ചില്ലകളെല്ലാം ഉണ്ടല്ലോ, ഞങ്ങൾ 4-5 സൈഡിലേക്കായിട്ട് പോയി കണ്ടില്ലേ, ഒരു അതെ കുറെ ഉണ്ട്. അപ്പൊ ഞങ്ങൾ അതിന്റെ ഭംഗി ആസ്വദിച്ച് കഴിഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോണ്ട് വവ്വാലറിയില്ലേ, വവ്വാല്. അത് ആയിരക്കണക്കിന് വവ്വാലൊക്കെ മുകളിൽ കംപ്ലീറ്റ് മുകളിൽ. ഇത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്. കാണുമ്പോ പേടിയും വരും, എന്താ അറിയില്ല. ഇത് ഈ സത്യം പറഞ്ഞ ഈ വവ്വാലിനൊക്കെ ഉണ്ടല്ലോ, രാവിലെ ഉണ്ടല്ലോ ഈ കാഴ്ച കാണില്ല, അല്ല അങ്ങനെ എന്തൊക്കെയല്ലോ അറിയാം. എന്താ പറയാ, പകലവര് പുറത്തേക്ക് ഇറങ്ങില്ല, അങ്ങനെ തൂങ്ങി കിടക്കുള്ളൂ. രാത്രിയാണ് ഇവരുടെ സഞ്ചാരം. ഒരു 5:30 കഴിഞ്ഞാൽ പിന്നെ ശബ്ദം ശബ്ദക്കായിട്ട് പുറത്തേക്ക് ഇപ്പോഴും കേൾക്കുന്ന ശബ്ദം എപ്പോഴും കേൾക്കണ്ട. അത് കൊറേ ഉണ്ട്. ഒന്നല്ല, അത് ഇവിടേക്ക് വരുമ്പോ ഇങ്ങോട്ടില്ല, ഈ ഭാഗത്തേക്ക് ഇങ്ങനെ വന്നിട്ട് ആ മരത്തിന് മുകളിൽ കണ്ടമാനം. അതെ അതെ, ഇഷ്ടം പോലെ ഉണ്ട്. അതെ, അതുപോലെ തന്നെ പറഞ്ഞത് അതാണ്ട നോക്കി കണ്ട തൂങ്ങി കിടങ്ങണോ എന്തോരം. അത് ഭയങ്കര പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ച ഉള്ളു. ആലോചിച്ച് നോക്കിയാൽ കടന്നൽ കൂടൊക്കെ പോലെ വവ്വാലിന്റെ കൂട്. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും വവ്വാൽ ഇങ്ങനെ തൂങ്ങി കിടക്കുമല്ലേ? അത് വീടില്ല അപ്പൊ അതൊക്കെ ഇല്ല, അതിന് കാലുകൊണ്ട് പിടിച്ചിട്ട് കിടക്കണത്. ഞാൻ ആദ്യം വെച്ചിരുന്നത് ഈ പ്ലാസ്റ്റിക് കവർ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത്. ഈ എന്താ പറയാ, വവ്വാല് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, തല കീഴായിട്ടാ കിടക്കുന്നത്. അതെ അതെ, തല കീഴായിട്ടാ. ശബ്ദം കേൾക്കണല്ലേ? അതെ അതെ, മൈക്കില് എത്രത്തോളം കേൾക്കാൻ പറ്റുന്ന അറിയില്ല. അത് ശബ്ദം അത്യാവശ്യം പ്രകടിപ്പിക്കണ്ട അതിന്റെ വായിന്ന്. ഇത് ഇവിടെ വന്നിട്ട് എത്ര ആൾക്കാർ ഇത് കണ്ടിട്ടുണ്ടെന്ന് നമുക്കറിയില്ല കേട്ടോ. ഇനി ഇത് സുപരിചിതമാണോന്നും അറിയില്ല. ആൾക്കാർ കണ്ട അതവിടെ കുഴപ്പമുള്ള കാര്യമില്ല, അങ്ങനെ പറയുന്നവരുണ്ട്. ചിലവർ കണ്ടിട്ടില്ല. ഞങ്ങളിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്ന് താഴെ അവിടെ ഒരു കല്ല് കിടക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇനി കുറച്ച് ഇരുന്നിട്ട് ഇങ്ങനെ ശബ്ദം കഴിയുന്ന മുകളിലേക്ക് നോക്കിയപ്പോഴാണ് കടുന്നൽക്കൂട് പോലെ ഇങ്ങനെ നിറച്ച് വവ്വാലുകൾ തൂങ്ങിക്കിടക്കാന്. അത് കാണുമ്പോ എന്താ പോലെ എനിക്ക് എന്താ പോലെ അസ്വസ്ഥതൊക്കെ ഫീൽ ചെയ്യുന്നത്. എന്താണോ അതിങ്ങനെ പറ്റി പിടിച്ചിട്ട് കാണുമ്പോ ചില ഈ കടന്നലൊക്കെ അതെ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല. എന്താ പോലെ കാണുമ്പോ പേടിയൊക്കെ ഉണ്ട്. എങ്ങാനും അത് പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി ഓടി വന്നാലോ, പ്രേതപ്പെടുത്ത കാണുന്നത് പറക്കും ഉറപ്പല്ലേ. ഇവിടെ വല്ല പടക്കം കത്തിച്ച് അത് പോവും, പറന്നു. ഇവിടെ ആകെ ഒച്ചയും ബഹളവും. അപ്പൊ നമ്മുടെ ഈ വടക്കുന്നാഥനില് ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലേ, ഇങ്ങനെ വണ്ടിയിലൊക്കെ പോവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറകോട്ടൊന്ന് തലയിട്ട് വെക്കാൻ മതി. വണ്ടിയിൽ യാത്ര ഓടിച്ചുമ്പോ ഒരിക്കലും തലയിട്ട് നോക്കരുത്. പുറകിലിരിക്കുന്നവര് മാത്രം തലയിട്ട് നോക്കുക. അത് കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിനകത്ത് കയറി വന്നു കഴിഞ്ഞാൽ. പിന്നെ വണ്ടി പാർക്കിംഗ് ഉണ്ടല്ലോ അവിടെ, പാർക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പൊ വടക്കുന്നാഥനിലേക്ക് കയറി കഴിഞ്ഞാല് തേക്കുംകാട് മൈതാനത്ത് വന്ന് ഇങ്ങനെ കാണാൻ. എന്നാലും ഇതൊരു അത്ഭുതപ്പെട്ട കാഴ്ചയായിരുന്നു കേട്ടത്. പിന്നെ തേക്കുംകാട് മൈതാനം എന്ന് പറഞ്ഞാലും തേക്കുണ്ട് കേട്ടാ, നിക്കണൊക്കെ തേക്കാണ്. അതൊക്കെ തേക്കാണ്, ശരി തേക്കാണ്. അടുത്തേക്ക് പോയിരുന്നു ഇഷ്ടം പോലെ. എങ്ങോട്ടോ ഈ മരത്തിന്റെ മോളാണ് ഏറ്റവും കൂടുതൽ. ഇവര് വായെന്ന് ഒരു തരം വെള്ളം താഴത്തേക്ക് ഇടുങ്ങനെ. അതായിരിക്കും ചിലപ്പോ ഇവിടെ ആരും വന്നിരിക്കാത്ത കേട്ടോ. അത് ശരിയാണല്ലോ, ഇവിടെ ഒരു മനുഷ്യല്ല. എന്താ പോലെ ആയിരിക്കും ചിലപ്പോ. തലയൊക്കെ ഉണ്ട്, കാണുമ്പോ പേടിയാണ്. നമ്മുടെ തൊട്ട് മുകളില് അവിടെ എന്തിങ്ങനെ അച്ഛമ്മണശ്ശേരിട്ടന്ന് വെള്ളം പോലെ നിനക്ക് താഴെ വീടുണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ വായെന്ന് ഒരു തരം ഉമിനീര് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഒറ്റ വീഴുങ്ങനെ. ശരിയാ, വീഴുണ്ട്. അതുകൊണ്ടായിരിക്കും ആൾക്കാർ അടിയിൽ നിന്ന് വന്നിട്ട്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. അവിടെ കാണിക്കണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്മെല്ലുണ്ട്. ശരിയാ, കാണുമ്പോ തന്നെ പേടിയുണ്ട്. അവിടെയാണ് അപ്പുറത്തെ മരത്തിന്റെ മുകളിൽ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കില്, ഈ മരത്തിന്റെ മുകളില് വലിയ രീതിയിലുള്ള ഇലകളൊന്നും ഇല്ല. അതുണ്ടാവില്ല. അത് തോന്നുന്നു ഈ സാധനം വന്ന് തൂങ്ങി കിടന്നിട്ടായിരിക്കാം ചിലപ്പോ. കാരണം കൊമ്പുകളാണ് കൂടുതല്, ഇലകള് കുറവാ. ഇത് ഈ വവ്വാല് പറഞ്ഞിട്ട് കുറെ കാക്കകൾ ഇറങ്ങിയിട്ടുണ്ട്. ബി ആർ ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം.
വവ്വാല് നോക്കണോക്കി അതിന്റെ ഫേസ് കണ്ട ആ പേടിയാണ് ശരിക്കും ഈ പട്ടിയുടെ പോലെ ഉണ്ടല്ലേ. അങ്ങനെ തന്നെ കുരങ്ങിന്റെ അതായത് ഈ ശരിക്കും പട്ടിയുടെ ഫേസ് ഉണ്ട് അതന്നെ. അതെ അതെ നായക്കളുടെ അതേ ഫേസ് ആണ് ഈ സാധനത്തിന്റെ. അയ്യോ നമുക്ക് കണ്ട പേടിയാവും നമുക്കത്. ഉമ്മാല് രാവിലെ ഇറങ്ങാത്തൊക്കെ അടിനാണൊക്കെ അത് രണ്ടെണ്ണം കൂടി അടി ഉണ്ടാക്കുന്നുണ്ട്. ഇവര് തൂങ്ങി കിടന്നിട്ട് അടി ഉണ്ടാക്കണത്. പറഞ്ഞൊക്കെ പോകുന്നുണ്ടോ ഈ രണ്ട് കൈനെ പിടിച്ചിട്ട് ആ അപ്പൊ ആ ജീവിയുടെ ഒരു എന്താ അത് പ്രത്യേകത കണ്ടില്ല അതൊക്കെ പറഞ്ഞുപോയി. പറക്കണുണ്ടല്ലേ. അല്ല അതെ ശരിക്കും നമ്മുടെ ഈ കൊടയില്ലേ, കൊടയിലെ കറുപ്പ് കളറുള്ള സാധനമില്ലേ, അത് ശരിക്കും കമ്പി കൊണ്ട് നിർത്തിക്കാൻ അതുപോലെ. ആ ഇത് ഭയങ്കര കാഴ്ചയാണ്. ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇത് ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത്. കൊള്ളല്ലേ, ഞാൻ ആദ്യമായിട്ട് കേട്ടോ, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. അത് ഇഷ്ടം പോലെ അത് ഇങ്ങനെ ഞാൻ ഉദ്ദേശിക്കണെന്ന് വെച്ചാലേ, എനിക്ക് തോന്നുന്നത് ഇവരൊക്കെ ഉണ്ടല്ലോ ആദ്യം ഒരാളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്, പിന്നെ 2-3 ആൾക്കാരെ വന്നിപ്പോ കൂടതാ. അങ്ങനെയല്ല, പിന്നെ ഈ സാധനം കൂട്ടത്തോടെ താമസിക്കുള്ളൂ, ഒറ്റയ്ക്ക് താമസിക്കില്ലല്ലേ. ഇവര് കൂട്ടത്തോടൊക്കെയാണ് ഒരു സ്ഥലത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പൊ നമ്മുടെ തൃശ്ശൂരിൽ തന്നെ നമ്മള് കുന്നോളത്തേക്ക് മുമ്പില്ലേ, കുന്നോളം ഗുരുവായൂർ റൂട്ട് പോകുമ്പോ ആ പാടത്ത് വൃക്ഷം നിൽക്കുന്നു, അതിന്റെ മുകളിൽ ഈ സാധനം കംപ്ലീറ്റ് ഉണ്ട്. അവരിങ്ങനെ കൂട്ടത്തോടൊക്കെ മാത്രം വസിക്കുള്ളൂ. ഇങ്ങനെ അവര് ഒറ്റയ്ക്ക് താമസിക്കില്ല അവര്. കൊള്ളാം അടിപൊളി. ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ഈ അകലെന്നൊക്കെ കണ്ടിട്ടുണ്ട്, പറന്നു പോണതൊക്കെ. പക്ഷെ എന്നാലും ഇങ്ങനെ ഇരിക്കണത് ആദ്യമായിട്ട് കാണണം കേട്ടോ. പിന്നെ വേറെ കാര്യമുണ്ട്, ഒരു പ്രത്യേകത എന്നറിയാം, ഈ മരത്തിന്റെ മുകളില് അതിന്റെ കായ ഉണ്ടായിട്ട് തൊഴികളൊക്കെ ഒന്ന് കണ്ടുകഴിഞ്ഞാ അല്ലേ, അതായത് മാങ്ങയൊക്കെ ഉണ്ടായി തൊഴികൾ, അതുപോലെ കറുത്ത കളറുള്ള ഒരു കായ അതിന്റെ മുകളിൽ ഉണ്ടായി തൊഴിൽ 3 വരിവരിക്ക് തൊഴികൾ. ഇതെന്നാലേ അത്ഭുതം. നമ്മുടെ തൊട്ട് മുകളിലുണ്ടാ അതിന് കൈയൊക്കെ ഉണ്ടല്ലേ. കൈയാണ് ഇത് വിശറി ഇതിന്റെ പേര് മറന്നു പെട്ടെന്ന്. നമ്മുടെ ഇതില്ലേ ചിറകിന്റെ പേര് മറന്നു. കൊള്ളാം എന്തായാലും. അപ്പൊ എന്തായാലും ഈ കാഴ്ച അടിപൊളിയല്ലേ. അപ്പൊ നിങ്ങക്ക് ഇങ്ങനത്തെ കാഴ്ചയിൽ കാണണമെങ്കിൽ വീടിനടുത്താണല്ലോ അങ്ങനത്തെ എല്ലാ പ്രദേശത്തും കാണില്ല, വല്ലാത്ത സ്ഥലമില്ലല്ലോ പണ്ട്. പക്ഷെ അത് ഒരു കൂട്ടം അതിന് താമസിക്കാൻ പറ്റുന്ന സ്ഥലത്ത് മാത്രമേ അവർ വന്ന് താമസിക്കുള്ളൂ. അത്രയും സ്പേസ് ഉണ്ടെങ്കിൽ വലിയ വൃക്ഷത്തിന്റെ മുകളിലൊക്കെ ഇവരെ വന്ന് താമസിക്കുക. അപ്പൊ ഇത് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്, പക്ഷെ അത് അങ്ങനെ നമുക്ക് അങ്ങനെ കണ്ടെത്താൻ പറ്റില്ല എന്ന് മാത്രം. പിന്നെ നമ്മളെ വീടിന്റെ അതിനൊക്കെ ചിലപ്പോ രാത്രിയൊക്കെ ആകുമ്പോ ഞങ്ങളിപ്പോ എന്താ പറയാ ഫ്ലാറ്റിൽ ഇരിക്കുമ്പോ കാണാം ഒരെണ്ണൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പറന്നു പോകുന്നത്, അങ്ങനെ പോകുന്നതാണ്. അങ്ങനെയൊക്കെ കാണാൻ സ്കൂളിലിരിക്കുമ്പോ കാണാറുണ്ട്, ഗ്രൗണ്ടിൽ കൂടെ ഇങ്ങനെ ചൂടത്തൊക്കെ എങ്ങനെ പോണെന്ന് അതിന് അറിയില്ല. അങ്ങനെ കാണാന്നല്ലാതെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇവർ ഇരിക്കുന്ന സംഭവം അത് നല്ല രസമാണ് കാണാൻ. അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു മരത്തിന്റെ മുകളില് അതിന്റെ ഫലം കായ ഉണ്ടായി തൂങ്ങി കിടക്കണത് തോന്നുള്ളൂ. ശരിയാ, ഇതൊരു അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ് അത്. അപ്പൊ ഞങ്ങളിത് ഇവിടെ വന്നിരുന്ന് കുറച്ചു നേരം വെറുതെ കണ്ട് കാര്യങ്ങളൊക്കെ കണ്ട് സംസാരിച്ച് മുകളിലേക്ക് ശബ്ദം കിട്ടും. മുകളിലേക്ക് നോക്കിയപ്പോ കുറെ എണ്ണം ആദ്യം വെച്ചിട്ട് ആക്കിയത്, പിന്നെ ശ്രദ്ധിച്ചു നോക്കിയപ്പോഴും മനസ്സിലായത് വവ്വാല. ആലോചിച്ച് നോക്കിയേ, ആവലിൻചാതി എന്ന് പറയട്ടെ അതിന്. ചില സ്ഥലങ്ങളിൽ ആവലിൻചാതി എന്ന് പറയും, അങ്ങനെ പറയും. പല നാട്ടുഭാഷ വവ്വാലെന്ന് പറയും, ആവലിൻചാതി എന്ന് പറയും, അങ്ങനെ പറയും, അങ്ങനെ പല രീതിയിൽ പറയും. കൊള്ളാൻ എന്തായാലും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുമെങ്കിൽ, ഇതൊക്കെ എവിടെയാണ് കൂടുതൽ താമസിക്കുക എന്നൊക്കെ അറിയിച്ചെങ്കിൽ, ഇതിന്റെ മറ്റുള്ള രീതികളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയിച്ചാൽ നിങ്ങൾ അതിനൊരു കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് എഴുതി വിടണം. ഞങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾ ഇതേപോലെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഉണ്ടായിരുന്നു, ഇന്ന സ്ഥലത്തുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ. പിന്നെ ഒരു സമയത്ത് നിപ്പ അസുഖം പരത്തുന്നത് വവ്വാലാണ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഉണ്ടായിരുന്നു. പനിയൊക്കെ നമ്മള് പോയിരുന്നു. അങ്ങനെ ആപ്പിൾ എന്താ കഴിച്ചു, അത് കഴിച്ചു നമ്മള് കഴിച്ചു. അത് അപ്പൊ നമ്മുടെ ഒരാള് വന്ന് പറഞ്ഞു, അതായത് ഏറ്റവും നല്ല വൃക്ഷം, നല്ല ഫലം നോക്കിയിട്ട് കഴിക്കുന്ന ജീവിയാണ് ഈ വവ്വാൽ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കുരു വേറെ എവിടെയെല്ലാം കൊണ്ടുവിടും. അങ്ങനെയാണ് പല വൃക്ഷങ്ങൾ ഉണ്ടായത്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരാള് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ പരാഗണൊക്കെ വന്ന് അങ്ങോട്ട് അതുപോലെ തന്നെ ഇവര് ഓരോ സ്ഥലത്ത് കൊണ്ടുവിടും, ഓരോ വൃക്ഷം, ഓരോ അതിന്റെ ആ ഫലം ഉണ്ടായി ഒരുപാട്. അങ്ങനെയൊക്കെ. അതെ.
അപ്പൊ എന്തായാലും നല്ലൊരു അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അത്ഭുതം തോന്നി. അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. Yeah, we just leave it though. Yeah, we just leave it though.